ഇന്നത്തെ ലഗേജ് വന്നു. ഞാൻ വന്നപ്പോഴേ പോയി മോനുകുട്ടനെ ഇനി വിളിച്ചുകൊണ്ട് പോരുന്നേ. കാരണം ഭയങ്കര മഴക്കോളുണ്ടായിരുന്നു, ഒത്തിരി ഇരുട്ടിയായിരുന്നു. അതുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് വന്നു, മഴ പെയ്താലോ എന്ന് ഓർത്തിട്ട്. മോനുകുട്ടൻ അമ്മമ്മയുടെ അടുത്ത് ഇരിക്കുന്നു, അമ്മയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്നു. പിന്നെ ഇന്ന് പനിയൊക്കെ ഇച്ചിരി കുറവുണ്ട്. എന്നാലും ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞ് ദേഹമെല്ലാം തളരുകയും ഭയങ്കര അസ്വസ്ഥതകളൊന്നും അങ്ങനെ മാറിയിട്ടില്ല. വേദന കുറവുണ്ട്, പക്ഷെ തളർച്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കിടക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പകല്, പക്ഷെ ഞാൻ കിടന്നില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കേട്ടോ, ബ്രെഡും ജാമും മേടിച്ചു. നമ്മൾ ചിലപ്പോൾ രാവിലത്തെ പരുവം പോലെ ഇരിക്കും, പള്ളിയിൽ പോകണമെന്ന് കൊണ്ടാണ് ബ്രെഡും ജാമും മേടിച്ചു. പിന്നെ ഒരു ഉപ്പ് ബിസ്ക്കറ്റും പാലും മേടിച്ചു. സവാള വാങ്ങിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിച്ചപ്പോൾ സവാള മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്ത് അമ്മയുടെ എടുക്കുക ഒന്ന് സവാളയൊക്കെ തീർന്നിരിക്കുക വന്നത്. അപ്പം ഞാൻ കുറച്ചെടുത്ത് അങ്ങോട്ട് കൊടുത്തു വിട്ടെ. ഇന്ന് ഞാൻ ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ ചിക്കൻ മേടിച്ചപ്പം കുറച്ച് സവാളയും കൂടെ മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു 1 കിലോ സവാള മേടിച്ചു. പിന്നെ ഒരു പാക്കറ്റ് തൈര്, കുറച്ച് ദിവസമായി മോര് കൂട്ടിയിട്ട്. അപ്പോൾ അത്രയും സാധനം മേടിച്ചു. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഇന്നലെ ഞാൻ അവധിയായിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ അവിടെ ചെന്ന് എനിക്ക് കൊണ്ടു കൊടുത്ത സ്വീറ്റ്സ് ആണ് കേട്ടോ. കടയിൽ ഏൽപ്പിച്ചിരുന്നതാണ്. സ്വീറ്റ്സ് കൊണ്ടുവന്ന ആളിൻ്റെ പേര് റീബ എന്നാണ് കേട്ടോ. റീബയ്ക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് ഞാൻ കണ്ടില്ല. എന്തായാലും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു കേട്ടോ. അമ്മ തന്നത് ഉപ്പിലിട്ട നെല്ലിക്ക. ഇന്നവിടെ എന്നും അവിടെ വെച്ചാൽ വീട്ടിൽ വെച്ചാണ് അയൽക്കൂട്ടം കൂടുന്നത്. അപ്പം അയൽക്കൂട്ടത്തിന് വരുമ്പം ഓരോരുത്തർ കൊണ്ടുവരുന്നത് കേട്ടോ. അതിലോർമ്മ അമ്മ എനിക്ക് തന്നത്. അമ്മയെ നെല്ലിക്ക തന്നപ്പോഴേ ഞാൻ അല്ല അവലോലിക്കയുടെ കാര്യം ഓർത്തു. അപ്പോൾ ഇന്നും ഞാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ചോറിരിക്കൊണ്ട് അമ്മ എനിക്ക് തേങ്ങാ ചമ്മന്തി അരച്ചത് ഇത് മതി. ഇതും നല്ല അവലോലിക്കയൊക്കെ കൂട്ടി ചോറിനാന്ന് വിചാരിച്ചു. ചിക്കൻ എടുക്കുന്നില്ല, നാളെ എടുക്കാമെന്ന് വിചാരിച്ചേ. നാളെ ചിലപ്പം ഞാൻ ഈ കുട്ടിയും കൂമാനയൊക്കെ വരുമായിരിക്കും. എനിക്ക് കുറച്ചുകൂടെ ജോലി ഉണ്ടെന്നൊക്കെ നല്ല ക്ലീനിങ് ഒക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു നോക്കട്ടെ, വരാൻ പറ്റുമെങ്കിൽ വന്നെല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ അവർ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചിക്കൻ വാങ്ങിച്ചത്. അപ്പം നാളെ നമുക്ക് അതെടുക്കണം, മോര് കാച്ചാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ എന്തോ വിശേഷം? ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ എന്താ പറഞ്ഞേ, അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഞാൻ ഇവിടെ പണികളൊക്കെ ഉണ്ട്, കുറച്ച് പാക്ക് ചെയ്യാൻ. ഇന്ന് ഓർഡർ വന്നത് ഇന്ന് തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് വിട്ടുപോകും. ആ പുതിയ മെസ്സേജ് വരുമ്പോൾ ഇതിങ്ങനെ അങ്ങ് പാക്ക് പോവും. പേയ്മെൻറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓർഡർ ഇന്ന് തന്നെ അങ്ങ് പാക്ക് ചെയ്ത് വെക്കും. നാളെ അവധിയാണ്, എന്നാലും ഇന്നങ്ങ് പാക്ക് ചെയ്ത് വെക്കുവേ. അപ്പം നാളെ വരുന്ന ഓർഡർ നാളത്തേക്കും, അപ്പോൾ തിങ്കളാഴ്ച ഇത് ഒന്നിച്ചുകൊണ്ട് അയക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാൻ. അപ്പം ഞാൻ കുളിച്ചേം വെച്ച് വരാം. പാഴ്സൽ വന്നാൽ പിന്നെ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. റീബക്കുട്ടി ആയിരിക്കും. റീബക്കുട്ടി തന്ന ചോക്ലേറ്റിലെ ഈ കപ്പലണ്ടി അകത്ത് വെച്ചുള്ള അതാട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വന്ന കളക്ഷൻസ് ചുങ്കിടിയൊക്കെ ഉണ്ട്. ചുമ്മാ ഞാനിന്ന് കാണിക്കാം കേട്ടോ. ഇന്ന് വന്ന കളക്ഷൻസിനകത്ത് കേട്ടോ ചുങ്കിടി ഉണ്ട്. പിന്നെ ആലിയക്കെട്ട് വരുന്നുണ്ട്, ഫ്രൂക്ക് നൈറ്റിയിൽ തന്നെ ആലിയക്കെട്ട് വരുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ റെഡ് കളക്ഷൻ വന്നിട്ടുണ്ട്. ക്രിസ്മസ് ആണ്, എല്ലാവരും ചുവപ്പിൽ കുളിച്ച് മിന്നി മിനിങ്ങി നിൽക്കണം കേട്ടോ. പിന്നെ ഒരു റെഡും കൂടി ഉണ്ട്. പിന്നെ റെഡ് കളർ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലൈറ്റ് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളി പ്രിന്റ് അല്ല അതിനകത്തൊക്കെ ഏറ്റവും. പിന്നെ ഇതെല്ലാം ഇന്ന് വന്നതാട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ്. കണ്ടോ, എല്ലാം എടുത്ത് നോക്കിയതാണ്. അതിൻ്റെ ബാക്കി കളേഴ്സ് റെഡ് ആട്ടോ, അതിനകത്ത് ഒരു ഓറഞ്ച് പോലെ തോന്നുന്നു. അപ്പം എല്ലാം ഇനി എല്ലാം ചെക്ക് ചെയ്തു. ഇനിയിപ്പം എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് ചിക്കനൊക്കെ എടുത്ത് കഴുകി ക്ലീൻ ചെയ്തിട്ട്
കുളിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം, എന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല അടിപൊളി കളേഴ്സാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒത്തിരി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്, പ്രത്യേകിച്ച് ക്രിസ്മസ് പ്രമാണിച്ചുള്ള റെഡ് കളക്ഷൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്, വാങ്ങിക്കോണേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്ങി കിടക്കുവാണെങ്കിൽ നല്ലതാ. മുട്ടയോ? താഴ്ന്നു കിടക്കുവാണെങ്കിൽ നല്ലതാ. മുട്ട നല്ലതാണോ ചീത്തയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗമാണ് മോനിക്കുട്ടൻ പറഞ്ഞു തന്നത് കേട്ടോ. ഞാൻ സാധനം ഉണ്ടാക്കി പറഞ്ഞു കൊടുക്ക്. മോനിക്കുട്ടൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ജാതിക്ക ഉപ്പിലിട്ട് വെച്ചേക്കോ കേട്ടോ. ഇപ്പം അമ്മയുടെ അടുക്ക ഉണ്ട്, അത് അവിടുന്ന് 2 എടുത്തോണ്ട് വന്ന് കാന്താരി ഉപ്പ് ഒരു സ്പൂണിങ് എടുത്ത നോക്കട്ടെ. ഇവിടെ ഇല്ലേ, വേളിലില്ലേ? എന്നാ അതിനകത്ത് കഴുകി വെച്ചേക്കുന്നത്. എന്റെ മോനുകുട്ടൻ ഉപ്പിലിട്ട ജാതിക്ക ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇപ്പൊ ഇട്ടതേ ഉള്ളു കേട്ടോ, 1 മണിക്കൂർ ആയതേ ഉള്ളു. ജാതിക്കത്തോട്ടം ഒരു ജാതി നിന്റെ നോട്ടം. അത് കേക്കരുതെന്ന് ഇവിടെ പാടുന്നു. എരിയൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഞാൻ എൻ്റെ പ്രിയങ്ങളെ ഒരു കാര്യം കാണിക്കാം കേട്ടോ. നമ്മുടെ അമ്മക്കിളിയില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എത്ര പേരാണെന്നറിയാം? എടുക്കട്ടെ, ഒരു മിനിറ്റ്. അമ്മക്കിളിയില് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് 248K ആയി. കണ്ടോ 248K. ഇനി നമ്മുടെ നെക്സ്റ്റ് അമ്മക്കിളി കാണിക്കാം. നെക്സ്റ്റ് അമ്മക്കിളിയില് എത്ര പേരുണ്ടെന്ന് പറയട്ടെ. നെക്സ്റ്റ് അമ്മക്കിളിയില് 2.48K. എങ്ങനെയുണ്ട്? 248K അമ്മക്കിളിക്കും നെക്സ്റ്റില് 2.48. ഇങ്ങനെ നല്ല മാച്ച്. ഇങ്ങനെ ചാനലുകൾ തമ്മിൽ ഭയങ്കര ലോഹ്യമാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. ഇത് ഇന്നാണ് ഇങ്ങനെ രണ്ടും ഒന്നുപോലെ 47 എന്നുള്ളത് നിൽക്കുമായിരുന്നു, 48 ആയത് ഇന്നാണ് കേട്ടോ. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇന്നലെ വരെ 2.47ഉം 247K ആയിരുന്നു. ഇന്ന് രാവിലെ ഇന്നൊരു 10-11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു 248K ആയി. അപ്പൊ ഞാൻ നെക്സ്റ്റ് അമ്മക്കിളി എടുത്ത് നോക്കിയപ്പോ 2.48 ആയി. അതും തമ്മിലൊരു മാച്ചിങ് കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ കേട്ടോ, ഒരു രസം. പിന്നെ പക്ഷെ നമ്മുടെ ഫ്രിഡ്ജിന്റെ പുറത്തിരിക്കും. ഇന്നത്തെ ലോങ് വീഡിയോയില് ഞാൻ വീടിന്റെ നമ്മൾ ഇന്ന് ഇപ്പൊ ഒരു എക്സ്റ്റൻഷൻ ഇറക്കിയ കാര്യവും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കുറച്ച് പേരൊക്കെ നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് വന്നവരായിരിക്കാം. മോനുകുട്ടൻ്റെയും മുത്തിൻ്റെയും പപ്പേൻ്റെയും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിലും നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഒന്നിച്ചല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ചോദിച്ചത്. ഞങ്ങൾ ഒന്നിച്ചല്ല, അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെയും ചോദിക്കണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലൈല കുഞ്ഞുമോൻ എന്നാണ് ഐഡിയുടെ അക്കൗണ്ട് നെയിം. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നുണ്ട്, എൻ്റെ മകളുടെ കുട്ടി 7 വയസ്സ് ആദു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, അവനെപ്പറ്റി അമ്മക്കിളിയോട് പറയാൻ അവൻ പറഞ്ഞു എന്ന് കേട്ടോ. അപ്പോൾ ആദുക്കുട്ടന് ഹായ് പറഞ്ഞിട്ടുണ്ട് അമ്മക്കിളി കേട്ടോ. ഞാൻ ആ കമൻറ്റ് വായിച്ചെങ്കിലും പിന്നെ ഞാനത് വിട്ടുപോയി വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ ഇന്നെ പോലെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ. അപ്പം ആദുക്കുട്ടന് ഹായ് 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 ചക്കരി ഉമ്മ കേട്ടോ, അമ്മക്കിളിയുടെ വക. പിന്നെ ഒരാൾ ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്ന് ഞാൻ 20-ാം തീയതി കഴിഞ്ഞാണ് പറഞ്ഞത്. നവംബർ 20-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു, താമസിച്ചാലും വേണ്ടിയില്ല.
ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിൻ്റെ പേര് അക്സ എന്നാണ് കേട്ടോ. അക്സ, വീട്ടിൽ വിളിക്കുന്നത് ചിപ്പി. ചിപ്പിക്കുട്ടിക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. പിറന്നാൾ കഴിഞ്ഞു എന്ന് കമൻറ്റിലുണ്ട്, എന്നാലും ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നേ. ഒരാൾ ചോദിക്കുന്നുണ്ട്, സഞ്ജയ് ശശി 4180 എന്നുള്ള അക്കൗണ്ടിൽ ചോദിച്ചായിരുന്നു അമ്മ എന്ത് ചെയ്യുന്നു കേട്ടോ. അമ്മ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കാറുണ്ട്, നിങ്ങൾ കാണാറില്ലേ? കുറേ നേരമൊന്നും അമ്മ വീഡിയോയിൽ കാണിക്കുന്നത് അമ്മയ്ക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഈ കാണിക്കാത്തത്. അമ്മ ചോറ് കഴിക്കാൻ വരുന്നതും ഞങ്ങളുടെ കൂടെ ഇരുന്നൊക്കെ സംസാരിക്കുന്നതും ഒക്കെ എല്ലാ വീഡിയോയിലും ഉണ്ട്. ചിലപ്പോൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത, അമ്മ വരാത്ത ദിവസങ്ങളിൽ. ഞാൻ പകലെല്ലാം ഈ 2-3 കാര്യങ്ങൾക്ക് മറുപടി ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കണം എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അത് കുറച്ചായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് ഞാൻ ഈ ഓൺലൈൻ ഡ്രസ്സിൻ്റെ ആ പരിപാടി, നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് ചെയ്യുന്ന ആ നമ്പറിൽ ഒരുപാട് പ്രിയങ്ങൾ മെസ്സേജ് അയക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കഴിയുന്നത്രയും എല്ലാവരോടും മറുപടി കൊടുക്കുകയും സംസാരിക്കുകയും വോയിസ് ഇടുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്കൊരു മെസ്സേജ് വരുമ്പോൾ ആദ്യം വരുന്ന മെസ്സേജുകളെല്ലാം താഴേക്ക് പോകും, പുതിയ മെസ്സേജുകൾ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഇതിൽ ചിലപ്പം പഴയ മെസ്സേജുകളൊന്നും നോക്കാനൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. അപ്പം ആദ്യം എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെനിക്ക് കാണാൻ പറ്റാതെയും പോകും, വോയിസോ മെസ്സേജോ ഒക്കെ. അപ്പോൾ പിന്നെ എന്തോ ഒരു മെസ്സേജ് കണ്ടാൽ മറുപടി കൊടുക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീട്ടിലെ ജോലികൾ മാത്രമല്ല, പുറത്തു പോയൊരു ജോലി ചെയ്യുന്നുണ്ട്. അതല്ലാതെ 2 ജോലികളും കൂടെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. കാരണം നമുക്കൊരു വരുമാനം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിന് എനിക്ക് വരുമാനം കൂടിയേ തീരുള്ളൂ. മക്കളുടെ വിദ്യാഭ്യാസമാണെങ്കിലും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ ജോലിക്ക് പോകുന്നവർ, ഫാർമസിയിൽ ജോലിക്ക് പോകുന്ന ആ വരുമാനം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2 കാര്യവും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് യൂട്യൂബും, ഒന്ന് ഈ ഡ്രസ്സിൻ്റെ റീസെല്ലിങ്. 2 എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതിനിടയിൽ എനിക്ക് കിട്ടുന്ന സ്നേഹബന്ധങ്ങൾക്കൊന്നും വിലയില്ല എന്നല്ല, നിങ്ങൾ തരുന്ന ആത്മാർത്ഥതയും നിങ്ങൾ തരുന്ന സ്നേഹവും എനിക്ക് വിലപിടിപ്പുള്ളത് തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പം എനിക്കുള്ളത്. അത് നിങ്ങൾക്ക് എൻ്റെ ജീവിതം കാണുമ്പം തന്നെ മനസ്സിലാവും. ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, മുത്തിന് വീട് റൂം മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ആദ്യം നമ്മൾ ഡിപ്പോസിറ്റ് എമൗണ്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടി ഇപ്പം കൊടുക്കണം. ആദ്യം നമ്മൾ 5 കുട്ടികളായിരുന്നു അവർ ആദ്യം താമസിച്ചിരുന്ന റൂമിൽ. മുത്ത് ചെല്ലുമ്പോൾ അവർ 4 പേരായിരുന്നു. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഡിപ്പോസിറ്റ് ഡിവൈഡ് ചെയ്തായിരുന്നു കൊടുത്തത്. ഇപ്പോൾ പക്ഷേ അവർ താമസിക്കുന്ന റൂമിൽ 3 പേരേ ഉള്ളൂ. അപ്പം ഡിപ്പോസിറ്റ് കൂടുതലാണ് താനും, ഈ കുട്ടികളുടെ എണ്ണം കുറവാണ് താനും. അപ്പോൾ എന്താ പറയുന്നത്, ഡിപ്പോസിറ്റ് അതുപോലെ നമ്മൾ കൂടുതൽ കൊടുക്കണം. ആദ്യം കൊടുത്തിരുന്ന ഡിപ്പോസിറ്റ് എമൗണ്ട് കിട്ടിയാലും അത്രയും കൂടി കൊടുത്താലേ ഇപ്പോഴത്തെ വീട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വീട് അവർ കണ്ടുവച്ചിട്ടുണ്ട്, അവർക്ക് കോളേജിൽ പോകാനുള്ള സൗകര്യം വേണം, ഒരുപാട് റെൻറ്റ് കൊടുക്കാനും പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അവർക്കിപ്പോൾ എവിടെയെങ്കിലും പോയി വീടെടുത്ത് താമസിക്കാനാണെങ്കിൽ പറ്റുമായിരിക്കും, പക്ഷെ കോളേജ് ക്ലാസ്സിന് പോകാനും ഒക്കെ സൗകര്യമുള്ള എവിടെയെങ്കിലും കിട്ടണ്ടേ. നമ്മളൊരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എക്സ്ട്രാ ചിലവുകൾ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒരാളുടെ വരുമാനം കൊണ്ട് ഒരു വീടൊന്നും കഴിഞ്ഞു പോകത്തില്ല എന്നുള്ളത്. അതും ഒരു വീട്ടിൽ 2-3 പേര് ജോലിക്ക് പോയാലും പല കാര്യങ്ങളും തടസ്സപ്പെടും. ആ അവസ്ഥ നിലവിലുള്ളപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ജോലി ചെയ്യുന്നതിലൊന്നും എനിക്ക് ഒരു പ്രയാസവും ഇല്ല, പക്ഷേ എനിക്ക് ആരോഗ്യപരമായിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും കമൻറ്റുകൾക്ക് പോലും മറുപടി തരാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും അതുകൊണ്ടാണ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ടൈപ്പ് ചെയ്യാൻ എൻ്റെ കൈക്ക് ബലമില്ലാത്തത് കൊണ്ട്, വേദന ഉള്ളത് കൊണ്ട് ഞാൻ പല കമൻറ്റുകളും ലൈക്കും ലവും ഒക്കെ കൊടുത്തു പോവാറേ ഉള്ളൂ. അത്യാവശ്യം മിണ്ടിയേ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പം ഞാൻ വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ നെസ്റ്റിലെ നമ്പറിൽ വിളിക്കുന്ന എല്ലാവർക്കും അറിയാം, അതിനകത്ത് ഞാൻ വോയിസ് ആണ് ഇടാറുള്ളത്. വളരെ ചുരുക്കം എന്തെങ്കിലും റേറ്റും എല്ലാം ചോദിക്കുന്നവർക്ക് മാത്രമാണ് ടൈപ്പ് ചെയ്ത് മറുപടി കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാം ഞാൻ വോയിസ് ആണ് ഇടുന്നത്. അതോടൊപ്പം എന്താ പറയുന്നത്, ഫോൺ നമുക്കിങ്ങനെ ഒരു കോള് വന്നാൽ എനിക്കിങ്ങനെ പിടിച്ച് സംസാരിക്കത്തില്ല. അത്ര ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ എൻ്റെ കൈക്ക് പറ്റത്തില്ല. ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം കമ്പ്യൂട്ടറിൽ ബില്ല് എൻ്റർ ചെയ്താൽ എൻ്റെ കൈ പൊളന്നൊടിയും. വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴും അതേ അവസ്ഥയാണ്.
ഇന്നലെ അവധി എടുത്തതിൻ്റെ പേരിൽ ഇന്ന് കുറേ ബില്ല് എൻട്രി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ സ്ട്രെയിൻ ചെയ്യുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ശരീരത്തിന് വേണ്ടുന്ന അത്രയും റെസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള അവസ്ഥ എനിക്ക് തരണം ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം, പ്രത്യേകിച്ച് മുത്തിൻ്റെ പഠിത്തം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന നല്ല സ്നേഹബന്ധങ്ങളെ എനിക്ക് ചേർത്ത് പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു മെസ്സേജിന് മറുപടി തന്നില്ല എന്ന് വിചാരിച്ചൊരിക്കലും പിണക്കവും പരിഭവവും വിചാരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പരിഭവിക്കുമ്പോൾ എനിക്കും അതൊരു വിഷമമാണ്. അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കും തോന്നാറുണ്ട്. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും ഇങ്ങനെ പെരുമാറുന്നല്ലോ എന്നുള്ള സങ്കടമൊക്കെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ എന്താ, നമ്മൾ കുറേ ആയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നിട്ട് കുറേ നാളായി അല്ലേ. അപ്പോൾ ഇനി ഞാൻ ഇച്ചിരി ചോറുണ്ടാകുമ്പോൾ അമ്മമ്മയുടെ ഇടയ്ക്ക് നിന്ന് മോനുക്കുട്ടൻ കഴിച്ചു, അമ്മമ്മയും കഴിച്ചു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ട. ഞാൻ ഇച്ചിരി ചോറുണ്ടാകുമ്പോൾ അമ്മ തന്ന ചമ്മന്തി ഉണ്ട്, പിന്നെ ലവലോലിക്കയുണ്ട്, അതൊക്കെ കൂട്ടി രസമുണ്ട്, അത് കൂട്ടി നമുക്ക് ചോറുണ്ട് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ട് പാഴ്സൽ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം എടുത്ത് നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി വെക്കണം. എന്നിട്ട് ഓർഡർ വന്നതെല്ലാം പാക്ക് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ കേട്ടോ. അതിനിടയിൽ ഞാൻ എപ്പോഴാണ് സംസാരിക്കാനോ വിളിക്കാനോ ഒക്കെ സമയം കണ്ടെത്തുക എന്നുള്ളത് കൂടി നിങ്ങൾ സാമാന്യ ബോധത്തോടെ ചിന്തിക്കണം കേട്ടോ. എത്രയോ പേരാണ് ഇന്നിപ്പം എനിക്ക് പൊതിച്ചോറൊക്കെ തന്നു വിട്ടിരുന്ന സുമചേച്ചിയല്ലേ, സുമചേച്ചി എന്നെ മിക്കപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സുമചേച്ചി എന്നോട് പറഞ്ഞു തിരക്കായോണ്ട് ഞാൻ വിളിച്ച് ശല്യം ചെയ്യാത്തത്, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതപ്പോൾ ആ സ്നേഹത്തോടെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് അവരോട് ഒത്തിരി സ്നേഹം തോന്നാറുണ്ട്. എൻ്റെ അവസ്ഥ അറിയാമല്ലോ എന്ന് തോന്നാറുണ്ട്. ഒരിക്കലും അങ്ങനെ പരിഭവം വിചാരിക്കരുത്. എനിക്ക് വലിയ ഗമയുണ്ടായിട്ടോ ജാട എടുത്തിട്ടോ എന്നാൽ ഇപ്പം മെസ്സേജിന് മറുപടി കൊടുക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഒരു മെസ്സേജ് വന്നാൽ അത് കണ്ടാൽ കുറേ കഴിയട്ടെ, ഇപ്പം മറുപടി വേണ്ട, അതൊരു ഇതായി പോകും എന്ന് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയല്ല കേട്ടോ. മെസ്സേജ് വന്നാൽ ഞാൻ ഈ പറയുന്ന വോയിസ് തിരിച്ചയക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ മാത്രമാണ് അത് കുറച്ച് താമസിക്കുന്നത്. അന്നേരം പിന്നെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതാണെങ്കിൽ അന്നേരം അങ്ങ് അയക്കും. നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഇട്ടാൽ നിങ്ങൾക്കും അതൊരു ഇറിറ്റേഷൻ അല്ലേ. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങളുടെ കൂടപ്പറപ്പിനെ പോലെ എന്നെ ചേർത്ത് നിർത്തുക, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുക കേട്ടോ. എന്നോട് കഴിഞ്ഞ ദിവസം എന്താ പറയുക, നമ്മുടെ വീഡിയോക്കകത്ത് ഒരാൾ പറഞ്ഞേ പനിയായിട്ട് എന്തിനും തല കുളിച്ചത് പനി കൂടത്തില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ പകലെല്ലാം നമുക്ക് ഈ ഉഷ്ണമൊക്കെ ആയിട്ട് ഇരുന്നിട്ട്, പ്രത്യേകിച്ച് ജോലിക്കും കൂടെ പോയി കഴിയുമ്പോൾ പൊടിയായിരിക്കും വന്നിട്ട് തല നനയ്ക്കാതിരിക്കും. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മുടി ഇല്ലാത്തതുകൊണ്ട് അധികം നേരം ഒന്നും വെള്ളമയം ഒന്നുമില്ല, അത് അപ്പോഴേ അങ്ങ് പോകും. വെളിച്ചെണ്ണയൊക്കെ നിറച്ചു വെച്ചു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെളിച്ചെണ്ണ നിറച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അമ്മയ്ക്ക് വീട്ടിലേക്ക് കുറച്ച് സവാള സാധനങ്ങളും ഒക്കെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഇല്ലാന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയും കൊടുത്തപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇരുന്ന പാക്കറ്റ് ഇതിനകത്ത് ഒഴിച്ചു വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിറച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഞാൻ കഴിച്ചോന്ന്. കഴിച്ചതല്ല കേട്ടോ. ഇതിനെല്ലായിടത്തും ലവലോലിക്കാന്നാണോ പേര് പറയുന്നതെന്നൊന്ന് പറയണം കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ ഇത് പറയണേ. മോനിക്കൂടെ നിന്നോട് സംശയം ചോദിച്ചാ കേട്ടോ. മാങ്കോയ്ക്ക് എന്തോ മലയാളത്തിൽ പറയണം മാങ്ങ, ജാക്ക് ഫ്രൂട്ടിന് എന്തോ ചക്ക, അങ്ങനെ കുറെ ഫ്രൂട്ട്സിന്റെ പേര്. എന്നിട്ട് എന്നോട് ആപ്പിളിന് എന്തോ മലയാളത്തിൽ പറയുന്നത് എനിക്കറിയത്തില്ല. ആപ്പിളിനും ഓറഞ്ചിനും മലയാളത്തിലൊക്കെ പേരുണ്ടോ? അങ്ങനെ മലയാളത്തിൽ പേരില്ലാത്ത ഫ്രൂട്ട്സ് ഏതൊക്കെ ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ആലോചിച്ച് പറഞ്ഞു നമുക്ക് നോക്കാം ആർക്കൊക്കെ അറിയാം എന്നൊക്കെ ഉള്ളത്. ആപ്പിളിന്റെ ഇംഗ്ലീഷ് ആപ്പിളാ. ആപ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും.
A4 ആപ്പിൾ എന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷ് അല്ലേ? നടു ഒതുങ്ങി. എന്തോട് പോയിരുന്നു? ഞാൻ എഴുതുവാണ് 1000 വരെ. ഇത് വെച്ചിട്ടില്ല. അതാ ഈ കസേര വന്നിരുന്ന് മേശപ്പുറത്ത് വെച്ച് എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളേ. തലേ കുത്തി കമന്ന് കിടന്ന് എഴുതി പുറത്തു വേന വരത്തില്ലേ? ഇവിടെ വന്നിരുന്ന് എഴുതുക. മേശപ്പുറം ഉള്ളതല്ലേ? ഇതെന്തോ മുഖത്ത് വരച്ചേക്കുന്നത്? പേന വെച്ച് വരച്ചോ? എന്റെ മോനുകുട്ടിന് പുറം തിരുമ്പി കൊടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അല്ല ഇന്നലെ ഇവിടെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്ത് കുറച്ച് ഇവിടെ ഇരുന്നിട്ടൊന്നും എനിക്കൊരു സമാധാനമില്ല. ഇവിടെ ഇരിക്കുന്തോറും ജോലികൾ കിടക്കുന്ന ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി വൈകുന്നേരമായിരുന്നു. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരുന്നൊക്കെ ഞാൻ എടുക്കുകയൊക്കെ ചെയ്ത്. അന്നേരം ഒരു സാധനം കിട്ടി, ഞാൻ കാണിക്കും. ഇതാണ് ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ അവിടെ വെച്ചിരിക്കുകയാണെന്നുള്ള ഓർമ്മ എനിക്കില്ലായിരുന്നു. നാളെ അവധിയല്ലേ? നാളെ ഇരുന്ന് എഴുതാമല്ലോ. കുറേശ്ശെ എഴുതാം, എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് എഴുതണ്ട. ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ RCCയിൽ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ മോനുകുട്ടന് 1 വയസ്സും 4 മാസമാണ്. നമ്മുടെ 8 കീമോയ്ക്ക് ശേഷമായിരുന്നു സർജറി. അപ്പം മോനുകുട്ടന് അപ്പോഴത്തേക്ക് 1 വയസ്സും 4 മാസവും ആയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെയും മാമിയുടെയൊക്കെ അടുക്ക ആക്കിയിട്ട് അതിൽ പോയത്. ICU ആംബുലൻസിലാണ് മോനുകുട്ടനെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. 2 ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് പോയത്. വെന്റിലേറ്റർ ഒഴിവില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടതാട്ടോ. അതങ്ങനെ കുഞ്ഞോർക്കുന്നു. അങ്ങനെ പോയതിന്റെ ഇതാണ് കേട്ടോ, ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷം 1.5 വർഷം മോനുകുട്ടന് ന്യൂറോ മെഡിസിൻ എടുക്കണമായിരുന്നു. ആ ന്യൂറോ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിംസിലെ ഒരു ഡോക്ടറെ കാണാൻ പോയി. അതിന്റെ ഡീറ്റെയിൽസ് ആയത് കേട്ടോ. അപ്പോൾ ആ ഡോക്ടറാണ് കുഞ്ഞിനെ എന്താ പറയുക, മെഡിസിൻ നിർത്തിയേക്ക് എന്നുള്ള ഒരു ഇത് തന്നത്. അതിന് വേണ്ടിയിട്ട് MRI ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. എൻ്റെ മോനുകുട്ടൻ്റെ ജീവന്റെ വിലയാണ്. ഇതിനകത്ത് കുറേ ബില്ലുകളൊക്കെ ഉണ്ട്. ഓരോ തവണ എത്ര രൂപയാണ് ബില്ല് അടച്ചിട്ടുള്ളതെന്നെല്ലാം ഇതിനകത്തുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഒരമ്മയുടെ സാമീപ്യം ആവശ്യമുള്ള സമയത്ത് ആണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ മാറി നിൽക്കേണ്ടി വന്നത്. അതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഇപ്പോൾ ഈ ഒരു സമയവും കടന്നു പോകും. അത്രയും മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ കരുത്തുണ്ടാവാൻ മനസ്സ് തയ്യാറാക്കുക. മനസ്സിന് കരുത്ത് കൊടുക്കുക, അതിന് ബലം കൊടുക്കുക, തളർന്നു പോകാതിരിക്കുക കേട്ടോ. തികയത്തില്ല. നമുക്ക് ചോറുണ്ടാവേ. മോനുകുട്ടൻ ഇന്ന് 1000 വരെ എഴുതാനുള്ള തയ്യാറെടുപ്പിലാന്ന് തോന്നുന്നു. എഴുതിക്കൊണ്ടിരിപ്പുണ്ട്. ചമ്മന്തി, ലബലോലിയും കാന്താരി. ഒരു കാന്താരി എടുത്തോളൂ. മോനുകുട്ടന് കാന്താരിയൊക്കെ എടുത്ത് കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എരിച്ച്. അവൻ കഴിക്കുന്ന കണ്ടപ്പോൾ തന്നെ. അറിയത്തില്ല, എനിക്ക് തന്നു വിട്ടതാ. മുളക് ഒന്നേ എടുത്തുള്ളൂ ഞാൻ. വേണ്ട വേണ്ട മുളക് എടുത്തു. മോനുകുട്ടൻ്റെ കൈയൊന്ന് കാണിച്ചു. മോനുകുട്ടന് നമ്മൾ ഈ ജോലി ചെയ്യുന്നവരുടെ കയ്യെ തഴമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ മോനുകുട്ടൻ എഴുതി ഈ വിരലെ തഴമ്പായി. കണ്ടു? ഇത് കണ്ടു? ഞാൻ മുളകെടുത്ത് കഴിച്ചു. എരിച്ചില്ലയോ മോനുകുട്ട? എരിച്ചില്ലയോ നിനക്ക്? കൊള്ളാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം കഴിക്കാൻ പോവാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ആരും പിണങ്ങരുത്, ഗമയാണെന്ന് വിചാരിക്കരുത്. സാഹചര്യമാണ് മക്കളെ, സാഹചര്യം.
അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. നമുക്ക് നാളെ കാണാം. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.